ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് മുട്ടപ്പം. അപ്പോൾ നമുക്ക് മുട്ടപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ നമ്മൾ പച്ചരി കുതിർത്താനായിട്ട് ഇടണം. അങ്ങനെ കുതിർത്തി എടുത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണിത്. ഇതിലേക്ക് നമ്മൾ എത്രയാണോ പച്ചരി എടുക്കണേ അതിൻ്റെ നേർ പകുതി നമ്മൾ ചോറ് എടുക്കണം. ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല. ഞാൻ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്തിട്ടും ഉണ്ടാക്കാം, മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൽ മുട്ട ചേർക്കുന്നുണ്ട്. ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ നല്ല പോലെ അരച്ചെടുക്കണം. ഇത് വല്ലാതെ ലൂസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അരച്ചതിന് ശേഷം ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഇനി നല്ല പോലെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിനായിട്ട് അരച്ചെടുക്കാം. ഇനി നിങ്ങൾ മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ സെയിം ഇതേപോലെ തന്നെ മുട്ട ഇട്ടതിന് പകരം മുട്ട ഇടണ്ട. അപ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. വല്ലാതെ ഇതിൽ വെള്ളം കൂടി ദോശമാവിനെ പോലെ ആവരുത്. ഇനി നമ്മൾ പൂരിയൊക്കെ എണ്ണയിലിട്ട് വറുത്തെടുക്കണ പോലെ ആക്കിയെടുക്കുക. പക്ഷെ പൂരിയുടെ പോലെ അത്രയ്ക്കും കളറ് ചേഞ്ച് ആവരുത്. അത്രയ്ക്കാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിനി ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. ഇനി അത് പൂരിയൊക്കെ പൊന്തി വരുന്ന പോലെ പൊന്തി വരും. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. പൂരിയുടെ അത്രയ്ക്ക് കളർ ചേഞ്ച് ആവണ്ട. അതിന് മുൻപ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ടപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് കളർ മാറേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു പാകത്തിന് നമ്മൾ എല്ലാതും വറുത്ത് മാറ്റുക. മുട്ടപ്പം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്